വളരെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരവാണ്. ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു റുബിൻസ് വ്ലോഗ്. ഇന്ന് ഉച്ച മുതൽ രാത്രി വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാനും നീനും ഫത്തും കൂടി ഒന്ന് ടൗണിൽ വന്നതാണ് കേട്ടോ. മോക്ക് NSSൻ്റെ ക്യാമ്പ് നടക്കുന്നുണ്ട് നീനുവിന്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സും സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അവൾക്ക് കുറച്ച് ചാർട്ട് പേപ്പറും കളർ പേപ്പറൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഒന്ന് ലാവണ്യയിൽ കയറിയതാണ് കേട്ടോ. എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടാവും കേട്ടോ. കുട്ടിക്ക് പഠിക്കാനുള്ള എല്ലാ ഉപകരണങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആ കടയിൽ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ സിന്ദൂറിലൊന്ന് വന്നതാണ് അവൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ സിന്ദൂറിൽ എല്ലാതരം ഡ്രസ്സുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഡ്രസ്സിൻ്റെ സെക്ഷൻ താഴെ ആണെങ്കിൽ ഒരു ഡ്രസ്സിൻ്റെ സെക്ഷൻ മേലെ ഇരിക്കും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് വന്നതാണ് കേട്ടോ. ഇപ്പോൾ സിന്ദൂറിൽ വെഡ്ഡിങ് കളക്ഷനൊക്കെ സെപ്പറേറ്റ് ചെയ്തൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പണി നടന്നുകൊണ്ടൊക്കെയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്ത് എല്ലാം വാങ്ങിയതിന് ശേഷം നമ്മൾ അവിടുന്ന് തിരിച്ച് പോരുകയാണ് കേട്ടോ. നമ്മളെ സാധനങ്ങളൊക്കെ അവർ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ വാങ്ങിയതിന് ശേഷം അവിടുന്ന് പോന്ന് ഇനി നമ്മൾ പോകുന്നത് ജാം ജൂമിലേക്കാണ്. അപ്പോൾ അവൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ അതും വാങ്ങാനുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് കേട്ടോ അപ്പോൾ പോകുന്നത്. ഞാൻ ഈനുവിനോട് പറയുന്നുണ്ട് കേട്ടോ, ഒരു സാധനങ്ങളും മറന്നു പോവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തലേദിവസം തന്നെ ലിസ്റ്റൊക്കെ ഇട്ട് വെച്ചതായിരുന്നു. അപ്പം മറന്നു പോയാൽ പിന്നെയും നമ്മൾ തന്നെ നടക്കണ്ടേ ഈ സാധനങ്ങൾക്കൊക്കെ. അപ്പോൾ എല്ലാ സാധനങ്ങളും മറക്കാതെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളൊരു ലിസ്റ്റ് ഇടുന്നത് നല്ലതാണ് കേട്ടോ. നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ അങ്ങനെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോഴേക്കും വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. എല്ലാ സാധനങ്ങളും വാങ്ങി നമ്മളിതാ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നിസ്കാരവും കാര്യങ്ങളും ചായ കുടിക്കലും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ഫ്ലവർ ഷോക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അളീനും നിസ്താത്തും എല്ലാവരും ഉണ്ട്. നിസ്താത്ത എന്ന് പറയുന്നത് നൗഷേഖാൻ്റെ സിസ്റ്ററാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവരെ കൂടെയാണ് ഫ്ലവർ ഷോക്ക് പോകുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും ഫ്ലവർ ഷോക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ കയറിയിട്ടുണ്ട്. നമ്മളിങ്ങനെ പോവുകയാണ് കേട്ടോ. ഇവിടെ കൽപ്പറ്റയുള്ള ഫ്ലവർ ഷോക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അമ്പലവയലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനും ഞങ്ങൾ പോവലുണ്ട് കേട്ടോ. അത് നല്ല രസമാണ്. ഇതിലും വലിയതാണ് കേട്ടോ. അവിടെ പൂപ്പൊലി എന്നാണ് കേട്ടോ അതിന് പറയുക, അമ്പലവയൽ. അതിന് ഞങ്ങൾ പോയിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ ഇതൊക്കെ കാണാൻ. പിന്നെ വെച്ചാൽ നമ്മളെ കൽപ്പറ്റ തന്നെ ഇത് ഉണ്ടാകുമ്പോൾ നമ്മളൊന്ന് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു എന്താ പറയുക, ഒരു നഷ്ടം പോലെ തോന്നൂലേ നമുക്ക്. അതും ചെടികൾ ഇഷ്ടവും പിന്നെ ചെടികളോട് ഭയങ്കര ആരാധനയൊക്കെ ഉള്ള ആൾക്കാരാകുമ്പോൾ നമ്മളതിനൊന്നും പോയിട്ടില്ലെങ്കിലല്ലേ മോശമാവുക. അതുകൊണ്ട് കാണാനും നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഫ്ലവറുകളൊക്കെ ഇങ്ങനെ ഒന്നിച്ച് വെക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണല്ലോ. അപ്പോൾ നമ്മൾ അവിടുന്ന് ഉള്ളിലേക്ക് കയറിയതിന് ശേഷമുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. എല്ലാ ഫ്ലവറുകളും ഒരുപോലുള്ളത് ഒന്നിച്ച് വെച്ചാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കുമല്ലോ. പിന്നെ കുറേ സ്റ്റാളുകളൊക്കെ ഉണ്ട് കേട്ടോ. ഓരോ ഫുഡിൻ്റെയും കാര്യങ്ങളൊക്കെ കണ്ട് അധിക സാധനങ്ങളൊന്നും നമ്മൾ വാങ്ങിയിട്ടില്ല. പിന്നെ ഫുഡിൻ്റെ ഐറ്റംസ് എല്ലാം വാങ്ങിയിട്ടുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഐസ്ക്രീമും പാനിപ്പൂരിയും പിന്നെ നമ്മളെ കോളിഫ്ലവർ ഫ്രൈ ചെയ്തതും അങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട്. ഇവിടെ ഓരോ കാര്യങ്ങളും ഡെക്കറേറ്റ് ചെയ്ത് വെച്ചത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല സെറ്റിങ്സ് ആണ് കേട്ടോ എല്ലാ സംഭവങ്ങളും. വെള്ളം കൊണ്ടൊക്കെ പലതരം കാഴ്ചകളാണ് കേട്ടോ നമുക്ക് കാണാനുള്ളത്. പിന്നെ നമുക്കവിടെ മരത്തിലൊക്കെ ഓരോ ബൾബുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചത്. പിന്നെ ഫ്ലവർ കൊണ്ട് തന്നെ പല രൂപങ്ങൾ ഉണ്ടാക്കിയിട്ടും അതൊക്കെ തന്നെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ ദൂരമൊന്നും അറിയുന്നില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഓരോ സാധനങ്ങൾ കഴിക്കാനുള്ളതൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ട് കേട്ടോ. ഈ യന്ത്രോഞ്ഞാല കാണുമ്പോൾ ഞാൻ പൂപ്പൊലിക്ക് പോയിട്ട് യന്ത്രോഞ്ഞാലയിൽ കയറിയിട്ട് കരഞ്ഞതാണ് കേട്ടോ ഞാൻ ഓർക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിലൊന്നും കയറാൻ പോയിട്ടില്ല. എന്തോ ഹൈറ്റ് ഭയങ്കര പേടിയാണ്, അതുകൊണ്ടായിരിക്കും. പിന്നെ അങ്ങനെ ഗാനമേളയും സ്കിറ്റുകളും അങ്ങനെയൊക്കെ അവതരിപ്പിക്കുന്ന നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. അർസും ഫത്തും നന്നായി മുതലാക്കിയിട്ടുണ്ട് കേട്ടോ ഈ സ്റ്റേജ്. അവർ നല്ല ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് പാട്ടിനനുസരിച്ച്. പാട്ടൊന്നും പിന്നെ ഇതിൽ കോപ്പിറൈറ്റ് അടിക്കുന്നതിന് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. നല്ല പാട്ടുകളായിരുന്നു. അപ്പോൾ ഈ പാട്ടിൻ്റെ ഇടയിലൂടെ ഇവർ ഓരോ ക്വസ്റ്റ്യനുകളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ആൻസർ പറയുന്നവർക്ക് സമ്മാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചോദ്യം ചോദിച്ച് കമൽഹാസന്റെ യഥാർത്ഥ പേരെന്താണ്. അപ്പോൾ ഞാൻ കറക്റ്റ് ആൻസർ ആയിട്ട് അങ്ങോട്ട് ചെന്നതാണ്.
വളരെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരവാണ്. പാർത്ഥസാരഥി ശ്രീനിവാസൻ. ഇനി നിങ്ങളുടെ പേര്? റുബീന താത്ത, ഒരു ദിവസം, ഇന്നത്തെ ദിവസം ഈ ക്രിസ്മസിന് ഒരു ചെറിയ സമ്മാനം. എന്തായാലും നല്ല പരിപാടി തന്നെ ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പാട്ടുകളൊക്കെ ഓരോന്നും ഒന്നിനൊന്ന് മെച്ചെന്ന് പറഞ്ഞ മാതിരി നല്ല പാട്ടുകൾ തന്നെ ആയിരുന്നു കേട്ടോ. പഴയ സോങ്ങുകളും പുതിയ സോങ്ങുകളും ഒക്കെ മിക്സ് ചെയ്തിട്ടായിരുന്നു കേട്ടോ അവർ പാടിയിട്ടുണ്ടായിരുന്നത്. നല്ല സ്കിറ്റുകളും ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഇത് നല്ല മുടിയൊക്കെ ഉള്ള ഒരാളാണ് കേട്ടോ. അയാളെ മുടി കൊണ്ട് കാട്ടുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, ഒരു ഭയങ്കര രസം കേട്ടോ കാണാൻ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു ഹരം ഡാൻസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പത്തും അർജും അവിടെ നിന്ന് ഇറങ്ങി വരുന്നേ ഇല്ല. പിന്നെ ഒരു ആകാശ വിസ്മയം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് ആ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞതിന് ശേഷം അതൊക്കെ കണ്ടതിന് ശേഷമാണ് കേട്ടോ നമ്മളവിടെ നിന്ന് പോന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ആകാശത്ത് ഇങ്ങനെ പല കളറായിട്ട് ഇങ്ങനെ വിരിയുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ആസ്വദിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മളവിടെ നിന്ന് പോകുന്നത്. പിന്നെ ആളിയെ ഞങ്ങളെ കൂട്ടാൻ വരികയാണ് കേട്ടോ ചെയ്തത്. ഞങ്ങൾ വിളിച്ചപ്പം 10:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ രാത്രി. ആ ടൈമിലാണ് കേട്ടോ ഇത്. അപ്പം നമ്മളിവിടെ അടുത്തായതുകൊണ്ട് തന്നെ നിന്നതാണ്. അപ്പോൾ ഞാനായാലും നെസ്താത്തായാലും ഇതൊക്കെ ആസ്വദിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് കേട്ടോ ഞങ്ങൾ രണ്ടാളും. അപ്പോൾ കുട്ടികളൊക്കെ പോവാന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ വലിയ ബോറടിയൊന്നും ഉണ്ടായിട്ടില്ല, കാരണം പെട്ടെന്ന് തന്നെ സമയം പോയിട്ടുണ്ട് കേട്ടോ. എനിക്കങ്ങനെയാണ് കേട്ടോ ഫീൽ ചെയ്തത്. ഇത് ഇങ്ങനെ ആകാശത്ത് നിന്നിട്ട് പല കളറുകളിലായിട്ട് ഇങ്ങനെ പിന്നെ ആവുമ്പോൾ ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ. ഇത് നല്ലോണം ആസ്വദിച്ചിട്ടുണ്ട്. കാരണം അത്രയും എന്താ പറയുക, കുറച്ച് ടൈമോളം തന്നെ ഇത് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു മണിക്കൂറോളം തന്നെ എന്ന് പറയാം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി നിന്ന്, പിന്നെ കുട്ടികളൊക്കെ ഇങ്ങനെ ഇതാ സ്റ്റാർ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരിങ്ങനെ ആസ്വദിക്കുന്നത് കാണാനും വേറൊരു ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ക്രിസ്തുമസിൻ്റെ അന്നായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഫ്ലവർ ഷോക്ക്. അപ്പോൾ അതുകൊണ്ടായിരിക്കും കേട്ടോ ഇങ്ങനെയൊക്കെ, അന്നത്തെ ദിവസം ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ നല്ല രസമുണ്ട്. എല്ലാം ആസ്വദിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോരാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വാല്യുബിളായിട്ടുള്ള കമൻറ്റുകൾ എന്ത് തന്നെയായാലും ഒരു സ്മൈലി ആയിട്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.